സന്തുഷ്ട ഭാര്യ ഭർത്രോ ഭർത്രോ ഭാര്യോ തദൈവജ യസ്മിൻ ദേവ കുലേ നിത്യം കല്യാണം തത്ര വൈധ്രുവം എന്നാണ് ഗീത പറയുന്നത്. സന്തുഷ്ട ഭാര്യ ഭർത്രോ ഭർത്രോ ഭാര്യോ തദൈവജ യസ്മിൻ ദേവ കുലേ നിത്യം കല്യാണം തത്ര വൈധ്രുവം. സന്തുഷ്ടയായ ഭാര്യയും സന്തുഷ്ടനായ ഭർത്താവും ഒന്നിച്ച് ജീവിക്കുമ്പോ യസ്മിൻ ദേവ കുലേ നിത്യം, അതിലൂടെ നല്ല മനോഹരമായ കുലമുണ്ടാകും, മക്കളുണ്ടാവും. കല്യാണം തത്ര വൈധ്രുവം, അതിനുവേണ്ടിയാണ് കല്യാണം കഴിക്കുന്നത് എന്ന് ഗീത പറയുന്നു. ഇവിടെ വന്നപ്പോ മുജീബ് എല്ലാവരും ഉസ്താദെ കൗസല്യ സുപ്രജ പാരണോ, അപ്പൊ അത് പാടി ഞാൻ കുഴഞ്ഞിരിക്കുകയാണ്. എല്ലായിടത്തും പാടി പാടി ഞാനത് എവിടെയോ വയനാട് എവിടെ ഒരു വാക്ക് പറഞ്ഞപ്പോ എന്തോന്ന് പറഞ്ഞപ്പോ വെറുതെ ഒന്ന് പാടിയത്. അത് പിന്നെ അത് എല്ലാരും ഏറ്റെടുത്തു. അപ്പോ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന ഒന്ന് അതൊരു മനസ്സിന്റെ ബന്ധമാണ്. നമ്മളെ കല്യാണത്തിന് വിളിക്കുന്നത് വെഡിങ്, അത് വെഡിങ് അല്ല, ഒരു വെൽഡിങ്. വെഡിങ് അല്ല, പിന്നെ ഒരു വെൽഡിങ്. രണ്ടുപേരെ ഇങ്ങനെ ചേർത്ത് വെക്കാൻ. 8ാമത്തെ വയസ്സിൽ വന്ന ആയിഷ ബീവിക്ക് ഒരു പരാതിയില്ല, കെട്ടിച്ചു കൊടുത്ത വാപ്പാക്ക് പരാതിയില്ല, അമ്മായി അമ്മയ്ക്ക് പരാതിയില്ല, അന്ന് ജീവിച്ചിരുന്നവർ ആരും രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഇക്കാലത്ത് ജനിച്ചു വീണ പ്രവാചക നിന്നുകൊണ്ട് മാത്രം അന്നം വാങ്ങിക്കുന്ന കുറെ ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളുണ്ട് ആയിഷ ബീവിയല്ലേ പറയുന്നത്. എത്ര ഹദീസുകളാണ്, എത്ര വിവരണങ്ങളാണ്, ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? തന്റെ 63 വർഷക്കാലത്തിന്റെ ഇടയില് എന്റെ ഹബീബ് വേലക്കാരികളോ തന്റെ ഭാര്യമാരെയോ അല്ലാഹുവിന്റെ റസൂൽ അടിച്ചിട്ടില്ല. മദീനയിൽ വല്ലാതെ വരൾച്ചയുള്ള കാലത്ത് മദീനയുടെ മലഞ്ചെരുവിൽ നിന്ന് തോൽപാത്രത്തിൽ വെള്ളം വാങ്ങി അത് തലയിൽ വെച്ച് ചുമന്നിട്ടുണ്ട് എന്റെ മുസ്തഫ, എന്റെ മുസ്തഫ, എന്നെ മുസ്തഫായ നബി മുഹമ്മദ് മുസ്തഫ ചുമന്നോണ്ട് വരും. ഒരു ദിവസം ഓരോ നിസ്കാരം കഴിഞ്ഞ് വന്നു, വല്ലാത്ത വിശപ്പ്, ഓടിച്ചെന്ന് വീട്ടിലെന്റെ വാതിലെ മുട്ടി. ആയിഷ, വാതില് തുറന്നില്ല. ഒന്നുകൂടി മുട്ടി, ആയിഷ, വാതില് തുറന്നില്ല. മൂന്നാമതും വിളിച്ചു, ആയിഷ. 2 പ്രാവശ്യം വിളിച്ചിട്ട് വാതില് തുറന്നില്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായി നമുക്കൊക്കെ മനസ്സിലെന്നുണ്ടാവും, ഇതോടെ ഇരിക്കണം എല്ലാരും മാതൃകാ ഭർത്താക്കന്മാരാ. ഒന്ന് വിളിച്ചു, വാതിൽ തുറന്നില്ല. നമ്മളൊക്കെ പറയാം വിശന്നിട്ട് കുടല് കത്തണം, എന്തേലും കാണുമെന്ന് വിചാരിച്ചു വന്നാ. രണ്ടാമത് ഒന്നുകൂടി മുട്ടി, ആയിഷ, വാതിൽ തുറന്നില്ല. നമ്മുടെയൊക്കെ പ്രതികരണം എന്താണ്? നിങ്ങളുടെ ഇരിപ്പാണ്. മൂന്നാമത് അവള് വാതിൽ തുറക്കട്ടെ, കെട്ടിപ്പിടിച്ച് നെറ്റിയിലൊരു മുത്തം കൊടുക്കണോ. രണ്ടാമത്തേത് തുറന്നില്ല തരാൻ നമ്മുടെ വിധം മാറും. ഏത് വലിയ മുരിയാനാണേലും മുക്രിയാണേലും ഈ പറയണ ഞാനാണേലും. ഞാൻ വാതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ മിക്കവാറും ഒരു 3 മണി 2 മണി കഴിച്ചത് മനുഷ്യൻ ഗാഢനിദ്രയിൽ പോണ ആ സമയത്താ കള്ളന്മാര്. ഏത് മോഷണവും നടക്കണ സമയം 1-നും 3-നും ഇടയിലുള്ള സമയമാണ്. ആ സമയത്താണ് ഗാഢനിദ്ര വരുന്നത്. ദുനിയാവാഹും. ഇപ്പൊ എന്റെ ഭാര്യ പറയും, വരുമ്പോ അവിടെ വീടെത്തണതിന് മുമ്പേ ഫോണിലൊക്കെ വിളിച്ചേക്കണം, വന്ന് വാതിൽ തല്ലിച്ചോട്ടി. വാതിലൊക്കെ കഴിയുമ്പോ ഏതാണ്ടില്ല വൈക്കോൽത്തൂർ അഴിച്ചിട്ട മാതിരിയാ. എങ്ങനെയാലും ഒന്ന് വീട്ടിൽ പോയി കിടക്കാന്ന് വിചാരിക്കുമ്പോഴായിരിക്കും വാതില് മുട്ടിയിട്ട് തുറക്കായിരിക്കും. ദേഷ്യം വരും. മൂന്നാമതും വിളിച്ചു, ആയിഷ, വാതില് തുറക്കുന്നില്ല. ഹബീബായ നബി തങ്ങൾ സ്വാതന്ത്ര്യത്തോടെ പാതിചാരിയിട്ട വാതില് തുറന്നു.
അവിടേക്ക് കടന്നു നോക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ വീടിന്റെ ഭിത്തിയിലിരുന്ന് ചാരിയിരുന്ന് ഉറങ്ങുകയാണ്. പത്തിരി കുടയ്ക്കാനെടുത്ത മാവ് കൈവിരലിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പത്തിരി കുടച്ച മാവ് കയ്യിൽ പിടിച്ചു മുപ്പിലാത്തി ഈത്തപ്പന മരത്തിന്റെ ഓലയുടെ ഭിത്തിയിൽ ചാരിയിരുന്ന് ഉറങ്ങുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇടിയപ്പം പിരിഞ്ഞിട്ട് ഇവിടെ നിന്ന് പറയാ നൂൽപുട്ട് ഇവിടെ നൂൽപുട്ട. ഞാൻ പണ്ടൊരു 10-12 വർഷം മുമ്പ് ഈ കാളത്തോടടുത്തൊരു സ്ഥലത്ത് വന്നിരുന്നു. കുറെ വർഷങ്ങൾക്ക് അവിടെ വീട്ടിലാ താമസിച്ചു. അപ്പൊ രാവിലെ വീട്ടുകാരൻ എന്നോട് ചോദിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വേണം? ഞാൻ എന്തേലും മതി. ഉസ്താദിന് പിട്ടിഷ്ടമാണോ? ഉസ്താദിന് പിട്ടിഷ്ടമാണോ? ഞാൻ നമ്മുടെ വീട്ടിൽ പിട്ടെന്ന് പറഞ്ഞ ആടിന്റെ കാട്ടത്തിനാ പറയാ. ഇതിപ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കണേ. തൃശ്ശൂരുകാര് പിട്ടെന്ന് പറയാറുണ്ട്. നല്ല പിട്ടും പയറും. നൂലപ്പം ഇങ്ങനെ നൂലപ്പം ബീച്ചാണ്. നമ്മൾ പോയപ്പോ ആ നൂലപ്പത്തിന്റെ നൂല് പകുതി കീപ്പോട്ട് വന്നിട്ടുണ്ട്. ഉപ്പിലാത്തി അതും പിടിച്ച് ചാരിയിരുന്ന് ഉറങ്ങണം. എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? ഒരു ബഹളവും അട്ടഹാസവും ഒരു ചവിട്ടും ബഹളവും ബീബായ നബിതങ്ങൾ നോക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചാരിയിരുന്ന് ഉറങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒന്നും മിണ്ടിയില്ല. നേരെ പോയി അടുത്തിരുന്ന് ശബ്ദമുണ്ടാക്കാതെ കൈ വിരലിൽ നിന്ന് ആ പത്തിരിയുടെ മാവ് റൊട്ടിയുടെ മാവ് ഇങ്ങനെ ഊരിയെടുത്തു. എന്നിട്ട് പുറത്ത് പോയി കുഴച്ചു പത്തിരി ഉണ്ടാക്കി. എന്നിട്ട് കറിയും വെച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ കൊണ്ടുപോയി വെച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ഇതൊന്നും അറിയുന്നില്ല. അവിടെ കൊണ്ടുപോയി വെച്ചു. ആയിഷ റളിയല്ലാഹു തആല അൻഹ അപ്പോഴും കാടനെത്രയിലാണ്. അടുത്ത് ചെന്നിരുന്ന് പത്തിരിയും കറിയും വിളമ്പി. ഹബീബ് വിളിച്ചു, ആയിഷ കേൾക്കുന്നില്ല. അടുത്ത് ചെന്ന ചെവിയിലേക്ക് പ്രണയത്തിന്റെ ഭാവത്തോടെ വിളിച്ചു, ആയിഷ. കണ്ണു തുറന്ന ആയിഷ റളിയല്ലാഹു അൻഹ നോക്കുമ്പോ പത്തിരിയും കറിയുമായി ഹബീബ് മുമ്പിലിരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എഴുന്നേക്കുമായിരുന്നല്ലോ. ഇന്നലെ ഞാൻ രാത്രിയിൽ നിസ്കരിച്ച് ഉറക്കം വന്നു പോയി. എന്നോടൊന്ന് പൊറുക്കണേ എന്ന് പറയവേ ഹബീബ് പറഞ്ഞു, ആയിഷ എന്തിന് നീ എന്നോട് പൊരുത്തം ചോദിക്കണം? എത്ര വർഷമായി നീ എനിക്ക് ഭക്ഷണം വെച്ച് തരുന്നു. ഇന്നൊരു ദിവസം എനിക്കൊരു അവസരം കിട്ടിയപ്പോ അത് നിനക്ക് ഞാൻ ചെയ്തു തന്നതാണെന്ന് മന്ദസ്മിതത്തോടെ പറഞ്ഞ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രമേൽ വലിയ സ്നേഹത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞതെന്ന് ചരിത്രത്തിന്റെ വ്യഭിചാരികളോട് ആയിഷ ബീവി പറയുമ്പോ കൂട്ടുകാരികളോട് പറഞ്ഞെന്റെ മടിയിൽ തലവെച്ച് കിടന്നു. ഞാൻ അറാക്കിന്റെ കമ്പ് കൊണ്ട് പല്ല് തേച്ച് കൊടുത്തു. അവസാനം എന്നോട് സലാം പറഞ്ഞു. ആയിഷ ഞാൻ പോകട്ടെയോ? ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, എന്നോട് സലാം പറഞ്ഞിട്ടാണ് വഫാത്തായത്. ഈ കഥ കേട്ടിട്ട് ഈ കൂട്ടുകാരികൾ എങ്ങനെ കരയുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു വാക്കുണ്ട്, സഹോദരി, എന്നാൽ പോലും വഫാത്താകുന്ന നേരത്ത് എന്റെ ഹബീബായ നബി തങ്ങളുടെ മുഖം ഞാൻ കണ്ടിട്ടേയില്ല. കൂട്ടുകാരികൾ ചോദിച്ചു, എന്ത് വർത്തമാനമാണിത്? സലാം പറഞ്ഞു പല്ല് തേച്ച് കൊടുത്തിട്ട് മുഖം കണ്ടില്ലെന്നോ? അതെ, ആ സമയത്ത് വീട്ടില് വിളക്ക് കത്തിക്കാനുള്ള എണ്ണ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ വീട് മുഴുവനും ഇരുട്ടിലായിരുന്നു. എന്റെ ഹബീബിനെ കാണാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലാത്തത് കൊണ്ട് വീട് മുഴുവനും ഇരുട്ടിലായിരുന്നു. അതുകൊണ്ട് എന്റെ ഭർത്താവിന്റെ മുഖം മരിക്കുന്ന നേരത്തെ എനിക്ക് അവസാനം കാണാൻ കഴിഞ്ഞില്ല. ഇത്രമേൽ ദാരിദ്ര്യം അനുഭവിച്ചിട്ടും എനിക്കെന്റെ റബ്ബിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഹബീബിന്റെ ജീവിതം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഹബീബിന്റെ കൂടെ സ്വർഗ്ഗത്തിലെത്താൻ മരിക്കുന്നതിന് മുമ്പ് അവിടുത്തെ ഒന്ന് സ്വപ്നത്തിൽ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ
റബ്ബൽ ആലമീൻ. അല്ലാഹുവേ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഈ ചെറുപ്പക്കാരത്ര ത്യാഗമാണ് സഹിച്ചത്. ഹബീബേ, അത് നിനക്ക് വേണ്ടി, എന്നോടുള്ള ഹബ്ബിനു വേണ്ടി, ഹബീബിന്റെ ശഫാഅത്തിനു വേണ്ടി ഈ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ചെറുപ്പക്കാർ ഈ ഹബീബിന്റെ പേരിൽ സമർപ്പിച്ച ഈ ഫിദായിനെ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ വന്നിരുന്ന് ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഞങ്ങൾക്ക് നാളെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നേരത്ത് ഞങ്ങൾക്ക് നാളെ സ്വർഗത്തിലേക്കുള്ള ഏറ്റവും നല്ല വസീലയായി നീ സ്വീകരിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏത് സമയത്ത് മരിച്ചാലും മരിക്കുന്നതിന് മുമ്പ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാൻ മനസ്സിങ്ങനെ മദീനയിലേക്ക് കൊണ്ടുപോയി മരിക്കുന്നതിന് മുമ്പ് എനിക്കെന്റെ ഹബീബിനെ കാണണം, എനിക്കെന്റെ ഹബീബിനെ കാണണം, എനിക്കെന്നെ ഹബീബിനെ കാണണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മനസ്സിൽ നിയത്ത് വെക്കി എനിക്ക് മരിക്കുന്നതിന് മുമ്പ്. എത്രയോ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നറിയോ, എത്രയോ സ്ത്രീകൾ, ചെറുപ്പക്കാരികൾ, ഞാൻ എൻ്റെ ഹബീബായ നബി തങ്ങളെ സ്വപ്നത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഇതിന് ഭാഗ്യം ലഭിക്കും. എത്ര നാളുകൊണ്ട് നമ്മൾ പറയണം, എത്ര നാളുകൊണ്ട് പാടുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സൗഭാഗ്യം നമ്മളാക്കി മാറ്റിയ, നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച, മരിക്കുന്ന നേരത്ത് ഉമ്മത്തി എന്ന് നിലവിളിച്ച, മഹ്ശറിൽ നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന എൻ്റെ ഹബീബിനെ എനിക്കൊന്ന് കാണണം എന്ന ഒരാഗ്രഹം ഉണ്ടാകുന്ന സഹോദരി, ഈ ദുനിയാവൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഈ ദുനിയാവൊക്കെ നഷ്ടപ്പെട്ടു. ഞാൻ ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചു, ഉസ്താദേ നാളെ ഹംദാൻ ഫൗണ്ടേഷനിൽ ഹാഫിളുകൾ ഒരു മാസം ഓതിയ 100 ഖത്മുൽ ഖുർആനും സലാത്തുൽ ഫാത്തിഹും ഓതിയുള്ള ദുആയുണ്ട്. എല്ലാ മാസവും അവസാന വ്യാഴാഴ്ച നടക്കുന്ന ദുആ. ആയിരക്കണക്കിന് ആളുകൾ 6666 അതിലേക്ക് നിയ്യത്താക്കും. ഉസ്താദേ അതിന് പ്രത്യേകം ദുആ ചെയ്യണം. ചോദിച്ചപ്പോഴാണ് എന്റെ താഴെ ആൾ എഴുതിയത്. ആ ചെറുപ്പക്കാരന് 35 വയസ്സ്. അയാൾ 6ാമത്തെ മോനാണ്. ഉമ്മക്ക് 6 മക്കളാണ്. 6 മക്കളിൽ 5 പേരും 35 വയസ്സാകുന്നതിന് മുമ്പ് മരിച്ചു. എല്ലാ മക്കളും പ്രത്യേക രോഗമൊന്നും. ആ ഉമ്മാടെ 5 മക്കളും 35 ആകുന്നതിന് മുമ്പ് മരിക്കും. ഇനി ഒരാളും കൂടി ഉസ്താദേ എന്റെ പൊന്നുമോൻ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ അവൻ ഉണ്ടാവണം. എന്റെ തൊട്ടയൽവക്കം ഉണ്ട്. മിനിങ്ങാൻ അവിടെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു, സലീം സാഹിബ്. ആ വീട്ടിൽ 5 മക്കളാണ്. 4 പേരും ഒരാളെ ഉള്ളൂ. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. സലീം സാഹിബിന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. എന്റെ തൊട്ടടുത്ത അയൽപക്കം. ഞാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ ജംഗ്ഷനിൽ നിന്ന് കയറി വലത്തോട്ട് തിരിയുമ്പോൾ ചെറിയൊരു പലചരക്കടയുണ്ട്, അവിടെ കാണും. എപ്പോഴും അങ്ങോട്ട് പോകുമ്പോൾ ഒരു സലാം, തിരിച്ചു വരുമ്പോൾ ഒരു സലാം. ഞാൻ സലാം കേൾക്കൂല. 6 മണിലേക്ക് അല്ലാഹുവേ പുറത്തു കൊടുക്കണേ അല്ലാഹ്.